ബെല്ല, നന്ദൻ എവിടെയാണെന്ന് ചന്ദ്രോത്ത് ആർക്കും അറിയില്ല. അങ്ങനെ തന്നെ ഉറപ്പിക്കാം. അതെന്താ അത്ര ഉറപ്പ്? മധുരമീനാക്ഷി ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് നന്ദനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ പ്രഭാന്റിയുടെ റിയാക്ഷൻ ആ രീതിയിലായിരുന്നു. ആന്റിയുടെ കരച്ചിലും ഷോക്കും ഒക്കെ അതിന്റെ തെളിവാ. അവർക്കൊന്നും അറിയില്ല. അവർക്ക് മാത്രമേ ഒന്നും അറിയാത്തതുള്ളൂ എങ്കിലോ? എന്താ? അല്ല, പ്രഭാന്റിക്ക് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവാതുള്ളൂ എങ്കിലോ? പ്രഭാന്റിയിൽ നിന്നും കാര്യങ്ങൾ എല്ലാവരും മറച്ചു വെച്ചിരിക്കുകയാണെങ്കിലോ? ഏയ്, ഞാൻ ഓരോ തോന്നലുകൾ വെറുതെ പറയുന്നതാ. പക്ഷെ ആ തോന്നലുകൾ ചിലപ്പോൾ സത്യമായിക്കൂടൊന്നുമില്ല. എന്തായാലും പ്രഭാന്റിയുടെ മനസ്സിൽ ഇപ്പൊ നീ പറഞ്ഞ മധുരക്കഥ പോകയാൻ തുടങ്ങും. നന്ദൻ എവിടെയാണെന്ന് മറ്റുള്ളവർക്ക് അറിയുമെങ്കിൽ അവർക്കും പുകയും. കള്ളമോ സത്യമോ എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അവർക്ക് വട്ടോ. എന്തായാലും ശരി, ഇതിലെ കല്ലും കരടും തിരിയാൻ അവര് നിന്നെ തേടി വരും. അപ്പൊ നീ ധൈര്യമായിട്ട് അവര് കുഴപ്പമില്ല. അവരിത് പോലീസിൽ അറിയിച്ച ഞാൻ കുടുങ്ങും. എടാ, നീ എങ്ങനെ കുടുങ്ങും? ഒന്നാമത് കേസ് അന്വേഷിക്കുന്നത് പാപ്പന. അതുമല്ല, പറഞ്ഞതിൽ നീ ഉറച്ചു നിന്നാ പോരെ. നീ കണ്ടു എന്നല്ലല്ലോ, കൂട്ടുകാരൻ കണ്ടു എന്നല്ലേ പറഞ്ഞിരിക്കുന്നെ. നമ്മളിട്ട് ചൂണ്ടയിൽ അവര് കൊത്തുമെന്നുള്ളത് 1-2 ദിവസത്തിനകം അറിയാൻ പറ്റും. ചിലപ്പോ നന്ദനെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ അവര് നിന്നെയും വിളിക്കും. ധൈര്യമായിട്ടപ്പൊ നീ കൂടെ പോണം. ശരി. 2 ദിവസത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ തിരക്കഥ വിജയിക്കോ അതോ ഫ്ലോപ്പ് ആവുമോന്ന്. എന്തായാലും ഞാൻ നല്ല പ്രതീക്ഷയില്ല. എല്ലാ കാര്യത്തിനും സമാധാനമുണ്ടെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ട് ഇതിപ്പോ ദേവികയുടെ സമാധാനമാണല്ലോ പോയിരിക്കുന്നത്. ദേവിക എന്താ മറുപടി പറയാത്ത? ഇപ്പൊ അതിനൊന്നും സമയമില്ല. ശരി, ഞാൻ മാക്സിമം സ്പീഡിൽ പറപ്പിക്കാൻ പോവാ. ഹലോ പ്രഭേ. ചന്ദ്രമതി, നീ എവിടെയാ? എന്താ പ്രഭേ, നന്ദന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. നീ ഉടനെ വരണം. വരാം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഒക്കെ പറയാം. നിന്നെ കാണണം. നീ മാത്രമേ ഉള്ളൂ ചന്ദ്രമതി എനിക്കൊരു സഹായം പ്രതീക്ഷിക്കാൻ. കൂടെ നിൽക്കുന്നവരെല്ലാം കൈവിട്ടു. എന്താ പറ്റിയ പ്രഭേ? നീ ടെൻഷൻ അടിക്കല്ലേ, ഞാനിതാ വരുന്നു. ശരി. ഋഷി, എന്താ മേഡം അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? പറയാം. ഇന്ന് ഓഡിറ്റിങ്ങിന്റെ ക്ലിയറൻസ് നടക്കുക. പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോ ഋഷിമോൻ എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് കരുതി. ഋഷിയുടെ കാര്യം തന്നെയാ, വളരെ അത്യാവശ്യമാണ്. എന്താ അമ്മേ? 2 പേരോടായിട്ട് പറയാന്ന് കരുതിയിട്ടാ CPയെ വിളിച്ചു വരുത്തിയത്. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യം പറയാമേ.
ഋഷി, നീ ഈ നാട്ടിൽ നിന്ന് തന്നെ പോണം. നാട്ടിൽ നിന്ന് വെച്ചാ ഈ രാജ്യം തന്നെ വിടണം. ദുബായിക്ക് പോണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ മേഡം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? CPക്ക് അറിയില്ലേ? നന്ദന്റെ ഡയറി കുറിപ്പിലെ സൂചനകളെ കുറിച്ച് ദേവിക CPയോട് നേരിട്ട് പറഞ്ഞതല്ലേ? ആ നന്ദൻ ഋഷിയെ അപായപ്പെടുത്തുന്നുള്ള കാര്യം ഉറപ്പാ. അത് നമ്മളെ വിരട്ടാൻ വേണ്ടി ദേവികയുടെ നമ്പറാണെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അതെ, അതുകൊണ്ടാണ് കൂടുതൽ പേടി. എന്തൊരു നാടകം അവള് മനസ്സിൽ കാണുന്നുണ്ട്. അതില് നീ കുരുങ്ങും. ഇനി സത്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ അപ്പോഴും പേടിക്കണം. എന്തായാലും ഋഷി, ഇനി നീ ഇവിടെ നിൽക്കണ്ട. അമ്മേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കരുത്. നിന്നോട് അഭിപ്രായമൊന്നും ചോദിച്ചില്ല. എന്റെ തീരുമാനോ ഇത്. നടന്നേ പറ്റൂ. CPക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, മാഡം പറഞ്ഞത് ശരിയാ. എത്രയും പെട്ടെന്ന് തന്നെ ഋഷിമോൻ ഇവിടുന്ന് മാറുന്നതാണ് നല്ലത്. അപ്പൊ ഇനി ആലോചനകളൊന്നുമില്ല. CP, ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളൂ. നാളെ തന്നെ ടിക്കറ്റ് എടുത്തേക്ക്. ഇനി വൈകണ്ട. ശരി മാഡം. ടിക്കറ്റ് എടുത്തോളൂ അങ്കിൾ. ദുബായ് മാത്രമാക്കണ്ട, UK, USA അങ്ങനെ ഒരു ലോങ് ജേർണി ആയിക്കോട്ടെ. ആ, അതെന്ത് വേണമെങ്കിലും അയക്കോ. അതിനുള്ള ഏർപ്പാട് എന്താന്ന് വെച്ച് ചെയ്തു CP. അത് മതിയമ്മേ. അങ്കിളിന് നല്ല പ്രായമായില്ലേ? ഈ വയസ്സങ്കാലത്ത് ലോകം മുഴുവൻ ചുറ്റിയടിച്ച് വരട്ടെ. എന്താടാ? ടിക്കറ്റ് എടുക്കുന്ന ആള് തന്നെ പോകട്ടെ എന്ന്. ഞാൻ ഇവിടം വിട്ട് ഒരിടത്തേക്കും ഇല്ല. തുടങ്ങി വെച്ച കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടേ ഇനി എങ്ങോട്ടുള്ളൂ. എന്താടാ? അപ്പോ എന്റെ വാക്കുകൾ നീ അനുസരിക്കില്ലല്ലേ? ഇല്ല. ഡാ! മാഡം, ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ ഇങ്ങനെ ആയാലോ? വേണ്ട മാഡം, ഋഷിയെ വിട്. നമുക്ക് ഋഷിയെ പറഞ്ഞ് മനസ്സിലായിപ്പിക്കാമല്ലോ. ഈ കാര്യത്തിൽ ആര് പറഞ്ഞാലും എന്റെ തലയ്ക്കകത്ത് കയറില്ല. രാജ്യം വിട്ടു പോകാനല്ല, ഈ ടൗണിൽ നിന്ന് ഋഷി പോണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം നടക്കണം. CP, എങ്ങനെയെങ്കിലും ആ നന്ദനെ അറിയിക്കേ. നമ്മൾ എല്ലാരും ഇവിടെ ഉണ്ടെന്ന്. വന്ന് കൊന്നിട്ട് പോട്ടെ അവൻ. പിന്നെ ഒന്നും കാണണ്ടല്ലോ. അമ്മ ചുമ്മാ സെന്റി അടിച്ച് കാര്യം നടത്താൻ നോക്കണ്ട. അമ്മ പേടിക്കേണ്ട ഒരു കാര്യമില്ല. സത്യം പറഞ്ഞ ചന്ദ്രത്തുകാരാ വരണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വെപ്രാളവാ CP അങ്കിളിനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്. ഋഷി, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. എന്നെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. അമ്മേ, നീ ദുബായിക്ക് പോണം. കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. മോനെ, അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അങ്കിളൊന്ന് പോകുന്നുണ്ടോ? ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകില്ല. അമ്മേ, സത്യമാണേ കേൾക്കുന്നത്? കെവിനാ പറഞ്ഞത്. കെവിന്റെ ഏതോ കൂട്ടുകാരനാ മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് നന്ദനെ കണ്ടത്. ഈശ്വര, നന്ദന്റെ ഡയറിയിൽ നിന്ന് കിട്ടിയ കുറിപ്പും അവനെ കണ്ട സ്ഥലവും ഒക്കെ കൂടി വെച്ച് നോക്കുമ്പോ എനിക്ക് പേടിയാവോ മോളെ. അവരെന്തോ പറ്റിയിട്ടുണ്ട് മോളെ. ഗിരീഷിനോട് പറ ഒന്ന് അന്വേഷിക്കാൻ. നന്ദനെ കാണാത്തതില് ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ലാത്തത് പോലെയായി എനിക്ക് തോന്നുന്നത്. അമ്മ കരയാതെ. അമ്മ കരഞ്ഞ ഞാനും കരഞ്ഞു പോവും.
രജനി, ഞാൻ ഇറങ്ങുവാണേ. ഗിരി, നിങ്ങളെല്ലാരും കൂടി അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുമല്ലേ? നീ കാര്യം പറ രജനി. നന്ദനെ മധുരയിലെ മീനാക്ഷി കോവിൽ വെച്ച് കണ്ടുവന്ന്. ആര് കണ്ടുവന്നു? കെവിന്റെ പരിചയക്കാരൻ. എന്നിട്ടൊന്നും നമ്മളറിയിക്കാത്ത? അയാൾക്ക് അറിയില്ലല്ലോ നന്ദൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണെന്ന്. ഗിരി, കാര്യങ്ങൾ കൈവിട്ട് പോവുക. അവന്റെ ജീവൻ ആപത്ത് വരുമെന്ന് ഉറപ്പാ. അവൻ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടായിരിക്കും മധുരയ്ക്ക് പോയത്. എന്ത് തീരുമാനം? അവൻ എന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ മാത്രമായിരിക്കും. ഗിരിയും അച്ഛനും ദേവികയും ഒക്കെ സമാധാനം പറയേണ്ടി വരും. അങ്ങനെ ഒരു ആരോപണം അടിച്ചേൽപ്പിച്ച പിന്നെ ചുമക്കാതെ എന്താ ചെയ്യാ? നന്ദൻ ഇത്രമാത്രം കൈവിട്ട് കളയാൻ അവൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്ത ഗിരി? ഇത്രയെങ്കിലും സ്നേഹം എന്റെ അനിയനോട് ഉണ്ടായിരുന്നെങ്കിൽ ഗിരി ഇതുപോലെ നിൽക്കോ? അവനൊരു പാവമായതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് അവനെങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? ഈശ്വര, എന്റെ അനിയനെ കാത്തോളണേ. ഒന്നും വരുത്തല്ലേ ഭഗവാനെ. രജനി, നന്ദൻ ഒന്നും വരില്ല. അവൻ തിരിച്ചു വരും. നീ ഒന്ന് സമാധാനപ്പെട്. വാ ചന്ദ്രമതി. സിദ്ധു, പ്രഭ എന്നെ വിളിച്ച് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? നന്ദനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒക്കെ പ്രഭയോട് തന്നെ ചോദിക്കും. എന്ത് പറ്റി സിദ്ധു? അവൾ എന്തോ കാര്യങ്ങൾ ആരോ പറഞ്ഞത് കേട്ട് ബഹളം വയ്ക്കുക. അമ്മമാർക്ക് മക്കളെടുത്ത് ദുഃഖം ആശങ്കയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അടിസ്ഥാനമില്ലാതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി നിലവിളിച്ചാലോ? ഇപ്പൊ എന്താ പ്രശ്നം? മധുര മീനാക്ഷി ക്ഷേത്രത്തിനടുത്ത് വെച്ച് നന്ദന്റെ രൂപസാദൃശ്യമുള്ള ആരെയോ കണ്ടുവന്നു. ആണോ? ആരാ കണ്ടേ? എന്നിട്ട് നന്ദനോട് സംസാരിച്ചോ? നന്ദൻ എന്താ പറഞ്ഞേ? എന്തായാലും ആളിനെ കണ്ടെത്തിയല്ലോ. ആര് കണ്ടുവന്നു? കറുപ്പ് കാക്ക എന്നുള്ള പഴയ കഥയല്ലേ, അതുപോലൊരു സംഭവ. നന്ദന്റെ ഛായം തോന്നിക്കുന്ന ഒരാളെ മീനാക്ഷി ക്ഷേത്രത്തിനടുത്ത് വെച്ച് കണ്ടുപോലും. കണ്ടതാണെങ്കിൽ കെവിന്റെ കൂട്ടുകാരന്. ആ കൂട്ടുകാരന് നന്ദനെ പണ്ടങ്ങോ കണ്ട ഒരു പരിചയമുള്ളൂ അത്രേ. നന്ദന്റെ ഡയറി കുറിപ്പിൽ ജീവിതം അവസാനിപ്പിക്കും എന്നുണ്ടായിരുന്നല്ലോ. ആ കുറിപ്പും ഈ മീനാക്ഷി ക്ഷേത്രത്തിലെ കഥയൊക്കെ പ്രഭ വാലും തുമ്പും ഇല്ലാതെ എന്തൊക്കെയോ അങ്ങ് ചിന്തിച്ചുണ്ടാക്കി. അവിടെ കണ്ടത് നന്ദനെയൊന്നാവാൻ സാധ്യതയില്ല. അല്ല സിദ്ധു, ഇനി ആരെങ്കിലും നന്ദന്റെ സാമ്യമുള്ള ഒരാളെ കണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടായിരുന്നോ? സങ്കല്പമാണെന്ന് തന്നെ ഇരിക്കട്ടെ, കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരുമല്ലോ. അത് ശരി. ചന്ദ്രമതി പ്രഭയ്ക്ക് പറ്റിയ കൂട്ടുകാരിയാ. ചന്ദ്രമതി ചെല്ല്, പ്രഭ പറയും കാര്യങ്ങൾ. ആ സിദ്ധു, ഹരിയേടൻ ഇപ്പൊ എവിടെയാ? ഞാനൊന്ന് ആലപ്പുഴ വരെ വന്നതാ, ഒരു മീറ്റിംഗ് ഉണ്ട്. സിദ്ധു കാര്യം പറ. അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടോ? ആ കെവിൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട്? കെവിൻ പ്രഭയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യം? കെവിന്റെ കൂട്ടുകാരൻ നന്ദനെ കണ്ടിരുന്നു. നന്ദനെ കണ്ടുവന്നോ? എവിടെ വെച്ച്? മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച്. അതറിഞ്ഞത് മുതൽ പ്രഭ വലിയ ബഹള.
നമ്മളിനി എന്ത് ചെയ്യുക ഹരിയേട്ടാ? ഒരു കാര്യം ചെയ്യും. ആ, അങ്ങനെ ചെയ്യാം. ഞാൻ പ്രഭയോട് പറയാം. ശരി, വെച്ചോളൂ. ബഹളം വെക്കാൻ തന്നെയാ വന്നത്. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പോകൂ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായി കാണുമല്ലോ അല്ലേ? ഭാർഗവി, അകത്തേക്ക് വാ. നാട്ടുകാരെല്ലാം കേക്കും. കേക്കട്ടെ, എല്ലാവരും അറിയട്ടെ. ഒരു MLA വന്നിരിക്കുന്നു. ഒരു കാര്യം, നന്ദമോൻ എന്തെങ്കിലും സംഭവിച്ചാ ആരെയും വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. അത് MLA ആയാലും ശരി, MP ആയാലും ശരി. എന്താ ഭാർഗവി? എന്താന്നോ? നന്ദമോന്റെ ഡയറിയിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടിയില്ലേ? ഇപ്പതാ മധുര മീനാക്ഷി കോവിലിൽ കണ്ടുന്ന് ആ കെവിന്റെ കൂട്ടുകാരൻ. അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ ആന്റി? വല്ല കള്ളു ഷാപ്പിലോ ബാറിലോ ഒക്കെയാണ് കണ്ടെങ്കിൽ ബഹളം വെക്കാം. ഇതിപ്പോ അമ്പലത്തില്, അതും മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ. ദേ നോക്ക്, ഞാൻ ഓങ്ങി വെച്ചിരിക്ക. എപ്പോഴാ എന്റെ കയ്യിൽ നിന്ന് വന്ന് വീഴാന്ന് അറിയില്ല. പിന്നെ ഇതിനേക്കാളും വലിയ പെരുന്നാൾ വന്നിട്ട് പള്ളി പോയിട്ടില്ല. പിന്നെയല്ല ഈ 100 കെട്ട്. എന്താടി ഭാർഗ്യം ആന്റിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എന്നെ തല്ലണോ? തല്ലിക്കോ. അതിന് നാളെ സമയമൊന്നും നോക്കണ്ട. ഭാർഗവി ആന്റി തല്ലിയാ ഞാൻ കൊള്ളും, അത്രേ ഉള്ളൂ. ഭാർഗവി, ഒന്ന് തെളിച്ചു പറ, എന്താ നടന്നത്? രാധികെ, നന്ദമോനെ മധുര വെച്ച് കണ്ടുന്ന് ആ കെവിന്റെ കൂട്ടുകാരനാ കണ്ടത്. ആ ഡയറി കുറിപ്പി കണ്ടതുപോലെ ഇനി ജീവൻ അവസാനിപ്പിക്കാനോ മറ്റോ പോയതാണെന്ന പ്രഭക്കുഞ്ഞിന്റെ പേടി. പ്രഭക്കുഞ്ഞ് അവിടെ കരച്ചിലും വെളിയൊക്കെയാ, കണ്ടിട്ട് സഹിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ ആരെങ്കിലും അമ്പലത്തിൽ പോവോ? അത് ആദ്യമായിട്ട് കേക്ക. ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ടല്ലോ. അതല്ല, വല്ല മലയുടെ മോളി കണ്ടെന്നോ കടലിന്റെ കരയെ കണ്ടെന്നോ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും പോട്ടെ. അത്രയ്ക്ക് വിവരമില്ലാത്ത ആളാണോ ഭാർഗവി ആന്റിയുടെ നന്ദമോൻ? ആത്മഹത്യ ചെയ്യാൻ അമ്പലത്തില്, ബെസ്റ്റ് കോമഡി. ഭാർഗവി വാ, അകത്തേക്ക് വാ, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. പിള്ളേരെ കുറച്ച് നന്നായി വളർത്തിക്കൂടെ? അവളുടെ സ്വഭാവം അങ്ങനെയാ ഭാർഗവി. മോളെ, ഇതെന്തൊക്കെയാ കേൾക്കുന്നേ? നന്ദമോൻ എന്തെങ്കിലും പറ്റി കാണോ? എന്ത് പറ്റാൻ? അച്ഛന് വേറെ പണിയൊന്നുമില്ല. പ്രഭ എവിടെ? ചന്ദ്രമതി റൂമിലുണ്ട്. ആ, പ്രഭ ഏതാങ്ങോട്ടാ? ഒന്ന് DGP കാണാൻ പോവാ. എന്തിനാ DGP കാണുന്നത്? നന്ദന്റെ കാര്യത്തിന് വേണ്ടി ഇനി ഞാൻ തന്നെ അങ്ങ് ഇറങ്ങാൻ പോവാ. പ്രഭ, മറ്റുള്ളവര് പറയുന്നത് വിശ്വസിച്ച് വീടിനകത്തിരുന്നിട്ട് എന്റെ മോനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അവന്റെ ഭാര്യ MLA, അച്ഛൻ മുൻ MLA, വലിയ രാഷ്ട്രീയ നേതാവ്, കുടുംബ ബന്ധു ഒരാളുള്ളത് ഒരു ജഡ്ജി. അവരാത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ അടുത്ത നിമിഷം നന്ദനെ കണ്ടെത്താം. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ? 3 പേരും കൂടി എന്തൊക്കെ ആലോചിക്കുന്നു, പറയുന്നു, തേരാപ്പാരാ നടക്കുന്നു. ഞാൻ എന്തെങ്കിലും ചോദിച്ചാ പറയും, നന്ദനോ ദാ ഗേറ്റിലെത്തി, ഇനി അകത്ത് കയറേണ്ട താമസമേ ഉള്ളൂന്നു. പ്രഭ, താനൊന്ന് സമാധാനിക്ക്. നന്ദൻ വരും. വരും. ചന്ദ്രമതി കേട്ടോ, ഇവർ പറ്റിക്കുക. അവൻ കാണാമറയത്ത് തന്നെ നിൽക്കുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ മധുരയിൽ ഒരാൾ അവനെ കണ്ടു എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാതിരിക്കൂ? മറ്റൊരച്ഛനായിരുന്നെങ്കിൽ അടുത്ത വണ്ടിക്ക് മധുരയ്ക്ക് പോയേനെ.
ഇനി നിങ്ങൾ അവനെ അന്വേഷിക്കോ അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷെ നന്ദനെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇനി വിശ്രമിക്കൂ. ചന്ദ്രമതി വാ. പ്രഭ, ഈ കാര്യത്തിനാണെങ്കിൽ DGP കാണാൻ പോണ്ട. സിദ്ധു ഇനി എന്നോടൊന്നും സംസാരിക്കണ്ട. ഏയ് പ്രഭ, എന്താ സിദ്ധു ഇത്? സിദ്ധു ഒട്ടും അന്വേഷിക്കുന്നുമില്ല, പ്രഭയൊട്ടും അന്വേഷിക്കാൻ സമ്മതിക്കുന്നുമില്ല. സിദ്ധു അന്വേഷണം ഉഴപ്പാണെന്നൊക്കെ പ്രഭ പറഞ്ഞപ്പോ പ്രഭയുടെ തോന്നലായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, നന്ദനെ കണ്ടെത്തണമെന്ന് സിദ്ധുവിന് ഒരു ആഗ്രഹവും ഇല്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിലേ, പക്ഷെ നന്ദന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഏയ് ചന്ദ്രമതി, പറയുന്ന കേൾക്ക്. പ്രഭ നിക്കേ. പ്രഭ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇത്രയും നാൾ സിദ്ധു പറഞ്ഞത് കേട്ടിരുന്നതിന്റെ ഫലമാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇനി എന്നെ മണ്ടിയാക്കണ്ട. സിദ്ധു, ഒരു കാര്യം തീർച്ചയാ, സിദ്ധു എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ചന്ദ്രമതി, അവൻ എന്തോ സംഭവിച്ചു. എല്ലാവരും കൂടി എന്റെ അടുത്തുനിന്ന് മറയ്ക്കുക. ഇന്ന് എന്തായാലും DGP കണ്ട് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. പോയേ പറ്റുന്ന നിർബന്ധമാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ക്ഷമിക്കും, എന്നിട്ട് പോവാ. എന്ത് രാഹുകാലം മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ഇറങ്ങാനാണോ? 5 സെക്കൻഡ് പോലും ക്ഷമിക്കില്ല. മാറി സിദ്ധു അങ്ങോട്ട്. ഓരോ മുടന്തൻ കാരണങ്ങൾ ഉണ്ടാക്കി തടയാൻ നോക്കണ്ട. ആ, MLA വിളിക്കുന്നു. DGP കാണാൻ പോകുന്നെന്ന് നേതാവ് അനന്തരാവകാശി അറിയിച്ചു കാണും. തടയാൻ വിളിക്കുക. ഞാൻ എടുക്കുന്നില്ല. വാ പോവാ. ഏയ് പ്രഭേ, നീ ഫോൺ എടുക്ക്. എന്താ കാര്യമെന്ന് അറിയാലോ. എനിക്ക് അവളുടെ ശബ്ദം കേൾക്കണ്ട. ഇങ്ങെടുക്ക്, ഞാൻ സംസാരിക്കാം. വീഡിയോ കോൾ ആണല്ലോ. പ്രഭേ, പ്രഭേ,